വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ബ്രദേഴ്സൊക്കെ നാട്ടിലുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ ഒരു ദിവസം പുറത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് എൻ്റെ ഓൺ ബ്രദർ, ട്വിൻ ബ്രദറാണ്. പിന്നെ കുഞ്ഞമ്മയുടെ 2 മക്കളും. ഞങ്ങൾ ചൈൽഡ്ഹുഡ് തൊട്ട് ഒരുമിച്ചാണ് വളർന്നതൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അവന്മാരൊക്കെ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരൊക്കെയാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ വെക്കേഷൻ ടൈമിൽ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകും. അങ്ങനെ ഞങ്ങൾ ശിവേരി പോകാമെന്ന് കരുതി. അവിടെ നിന്ന് ഞങ്ങൾ ബജിയും കോളിഫ്ലവറൊക്കെ കഴിച്ചു. പിന്നെ അവിടേക്ക് ഇങ്ങനെ ഫുള്ള് നടന്ന് കണ്ടു. ഞങ്ങൾ പോയത് 13th കേട്ടോ. 13th ഉത്സവം സ്റ്റാർട്ടായതുകൊണ്ട് നല്ല തിരക്കും ബഹളമൊക്കെ ഉണ്ട്. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക്. അപ്പോൾ ഞങ്ങളുടെ അക്ഷയനെ കണ്ടു, മാന്ത്രയിലുള്ളത്. പിന്നെ റോഹൻ എനിക്കിങ്ങനെ തലയിൽ വയ്ക്കുന്ന ഒരു സാധനം മേടിച്ച് തന്നു. അവനാണെന്നും ഫുള്ള് എനിക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് തന്നു, കമ്മലും ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഈ പഴയകാല മുട്ടായികളൊക്കെ അവിടെ ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോഴേ കിച്ചുവിന് വിരിവിരിപ്പടങ്ങി. അങ്ങനെയാണ് അവൻ ജെല്ലി മേടിച്ചത്. പിന്നെ ഞങ്ങൾ കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. അവന്മാരും ഞങ്ങളെല്ലാവരും കുടിച്ചു കരിമ്പിൻ ജ്യൂസ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മൈതാനത്തുള്ള RFC കോട്ടിലോട്ട് പോയി. എൻ്റെ പൊന്നോ, അവിടെ നൈസ് ആംബിയൻസ്. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് അദ്വൈതം വരണം. ഞങ്ങളവിടെ 10th പഠിച്ചത് അവരൊക്കെ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാട്ടോ. അപ്പോൾ ഇവരെ അങ്ങനെ എൻ്റെ ബ്രദേഴ്സിനെ അങ്ങനെ കാണാറില്ലല്ലോ. അങ്ങനെ അവരൊക്കെ പിന്നെ പോയി സംസാരിച്ചു. പിന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ ഓർഡറാക്കി. ഞങ്ങൾ ഓർഡറാക്കിയത് ഒരു നോർമൽ ഷവർമയും പ്ലേറ്റ് ഷവർമയാണ്. പിന്നെ ഇവർ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇവർക്ക് 2 ലൈം ജ്യൂസ് മാത്രമേ അവർ മേടിച്ചോളൂ. അങ്ങനെ അവർ ലൈം ജ്യൂസൊക്കെ എത്തി. പിന്നെ പ്ലേറ്റ് ഷവർമ എത്തി കേട്ടോ. പ്ലേറ്റ് ഷവർമയും നോർമൽ ഷവർമയും അവർ കൊണ്ടുവന്നു. പ്ലേറ്റ് ഷവർമ കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ്, നോർമലും കുറവാണ്. പക്ഷേ റേറ്റ് ഇത്തിരി ഹൈ ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. സാധനമൊക്കെ ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അച്ഛൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ കുറച്ച് ബാഗും സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.